السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഭാവം, നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റിയിട്ടാണ്. ഇമോഷൻസ് ആൻഡ് മൂഡ്സ് ഇൻ ദ വർക്ക് പ്ലേസ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞുകൊണ്ട് വന്നു. നമ്മളപ്പോൾ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും, ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ നമുക്കും അദ്ദേഹത്തിനും ഉണ്ടാകുന്ന ഇമോഷനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, അതിൻ്റെ ഡിഫറെൻ്റ് തിയറികൾ, അപ്ലിക്കേഷനുകളൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോഷനും മൂഡും ഇത് രണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും ഇത് സെയിം ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആളോട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വസ്തുവിനോട് നമുക്ക് തോന്നുന്ന ഒരു സ്ട്രൈക്ക്, അതിനെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇമോഷൻ എപ്പോഴും ഒരു സ്പെസിഫിക് ആളുമായിട്ട്, ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ ആ വരുന്ന കസ്റ്റമറിനോട് തോന്നുന്ന ഇൻറ്റൻസിനെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. എന്നാൽ മൂഡ് എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ഫീലിംഗാണ്. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരാളോട് തോന്നുന്ന മനോഭാവമല്ല മൂഡ് എന്ന് പറഞ്ഞാൽ. അത് ഒന്നുകൂടി ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പോലെ ആയിരിക്കും മൂഡ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ആ ദിവസത്തിലെ, ഉദാഹരണത്തിന് നാളെ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വർക്ക് പ്ലേസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ എനിക്ക് തോന്നുന്ന എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇമോഷനാണ് മൂഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇമോഷനും മൂഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ ഇമോഷനും മൂഡുകളും എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ സോഴ്സസിനെ പറ്റിയാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. There are mainly two sources for emotions and moods. Firstly, it is internal factors. ഒന്നാമത് ഇൻറ്റേർണൽ ഫാക്ടറാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഉറക്ക് കുറഞ്ഞത് കാരണം നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന ഇമോഷൻ മൂഡ്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, നമ്മളെ ഇന്നത്തെ ദിവസം നല്ല തണുപ്പാണ്, അപ്പോൾ വെതറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നല്ല ചൂടാണ്, അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മൂഡിലുള്ള വ്യത്യാസം, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നത് എക്സ്റ്റേണൽ എക്സ്റ്റേണലിൽ നിന്നാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നത് എങ്കിൽ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത് എങ്കിൽ അത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനെയും വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട 5 കോമ്പണൻസാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. 2, ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നത് നമ്മൾ തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് സെൽഫ് റെഗുലേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അതിനെ പാകപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണോ അതിനെ മോട്ടിവേഷൻ എന്ന് പറയും. അതുപോലെ മറ്റുള്ളവനോട് ആ നേരം നമുക്ക് തോന്നുന്ന ആ ഒരു തോന്നൽ, ഇമോഷൻ, അതിനെ എമ്പതി എന്ന് പറയും. അങ്ങനെ തുടങ്ങി 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇമോഷണൽ ഇൻ്റലിജൻസിന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു ഇമോഷനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് എഫക്റ്റീവ് ഇവൻറ്റ്സ് തിയറി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഭാഗത്തുള്ള തെറ്റിനല്ല ആ കസ്റ്റമർ നമ്മളോട് പരാതി പറയുന്നത്. ആ നേരം എന്നുവെച്ചാൽ ആ തെറ്റ് വരുത്തിയത് ആരാണ്, ആ കുഴപ്പമുണ്ടാക്കിയത് ആരാണ് എന്ന് നമുക്കറിയില്ല. എന്നിരിക്കെ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇമോഷൻ, ആ ഇമോഷനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ അതിനോട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു,
എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞ അഫക്റ്റീവ് ഇവൻറ്റ്സ് തിയറി എന്നത്. അപ്പോൾ നമുക്ക് ആ നേരം നമ്മുടേതല്ലാത്തൊരു തെറ്റ് കാരണം ഒരാൾ ഒരു പ്രശ്നവുമായിട്ട് പ്രോബ്ലവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഒരു നേരം നമ്മൾ അദ്ദേഹത്തിനോട് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ അദ്ദേഹത്തോട് പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ആ ഒരു താല്പര്യം അത് നമുക്ക് വളരെയധികം നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് സ്മാർട്ട് ഓർഗനൈസേഷനുകളിലൊക്കെ അവിടെ തെറ്റ് വരുന്നത് ആരുടെ ഭാഗത്താണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ AI അല്ലെങ്കിൽ സ്മാർട്ട് ഉദാഹരണത്തിന് ഈ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് അവിടേക്കുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പക്ഷേ ഡെവലപ്പർ ആയിരിക്കില്ല അല്ലെങ്കിൽ കസ്റ്റമർ ആയിരിക്കില്ല അതിൻ്റെ കുഴപ്പക്കാരൻ, മറിച്ച് സിസ്റ്റത്തിനായിരിക്കും പ്രശ്നം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിനെ വളരെ പേഷ്യൻസോട് കൂടിയിട്ട് ആ ഒരു കാര്യം സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമർ ഉണ്ടാകുന്ന താല്പര്യം സ്മാർട്ട് ഓർഗനൈസേഷനുകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക മൂഡുകളിലുള്ള മാറ്റം അല്ലെങ്കിൽ ഇമോഷനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഇനി പറയുന്നത്. ഏത് പ്രശ്നം വരികയാണെങ്കിലും അതിനെ തരണം ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഹുസ്നുൽ ദന്ന് വേണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് ഒരാളെ നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞു, അദ്ദേഹം വരാൻ വൈകി. ആ നേരം നമ്മൾ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നതിന് പകരം അദ്ദേഹം ട്രാഫിക്കിൽ കുടുങ്ങി വൈകി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സമാധാനം, അതുപോലെ നമ്മുടെ സഹപാഠികൾക്കുണ്ടാകുന്ന മനോഭാവം വ്യത്യസ്തമാണ്. 2 സപ്രഷൻ എന്ന് വെച്ചാൽ ഒരാളെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് സപ്രസ് ചെയ്യുക, ഇമ്മീഡിയറ്റായിട്ട് സപ്രസ് ചെയ്യുക എന്നുള്ളത് അത് ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് പറയുന്നു. അതുപോലെ സോഷ്യൽ സപ്പോർട്ട് ആ നേരം നമ്മൾ പ്രതീക്ഷിക്കണം, നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയുന്നു. അതുപോലെ സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊളീഗ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റർ എങ്ങനെയായിരിക്കും അതിനോട് പെരുമാറുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ 4 ഇമോഷണൽ ബഫറിങ് നമുക്ക് ആ നേരം ഉണ്ടാകണം. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ആൻഡ് പോസ് ടെക്നിക്ക്, അതായത് പെട്ടെന്ന് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പെട്ടെന്ന് പോസ് ചെയ്യാനുള്ള കഴിവ്, ആ സ്കില്ല് അത് നമുക്കുണ്ടാകണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകണമെങ്കിൽ അവർക്കുണ്ടാകേണ്ട ആ കമ്പനികളും ആ ഓർഗനൈസേഷനിലുള്ള എല്ലാവർക്കും ഉണ്ടാകേണ്ട ഇമോഷണൽ ഇൻ്റലിജൻസ് ഈ പാഠത്തിൽ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ മാനേജർമാർക്കുണ്ടാകേണ്ട ഇമോഷണൽ ഇൻ്റലിജൻസും നമ്മുടെ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.